നമസ്കാരം. വിഴിഞ്ഞം സന്ദർശനത്തിൽ കുടുംബത്തെ ഒപ്പം കൂട്ടിയത് സംബന്ധിച്ച ചോദ്യത്തിന് തന്റെ മകളും കുട്ടിയും ആയതുകൊണ്ടാണ് തന്റെ കൂടെ വന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ച വിലയിരുത്തലൊന്നും യോഗത്തിൽ നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവിടുത്തെ പ്രവർത്തനങ്ങളാണ് കണ്ടത്. ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല വിഴിഞ്ഞത്തേക്ക് പോയതെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്താണെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം പരിപാടിയിലുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ എന്നും പരിപാടി നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും പ്രധാന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവുമുണ്ട്, ക്രെഡിറ്റ് ആണ് പ്രശ്നമെങ്കിൽ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നുമാണ് പിണറായി പറഞ്ഞത്. സർക്കാരിന്റെ വാർഷികാഘോഷ ഘട്ടത്തിലാണ് കമ്മീഷനിങ് വരുന്നത്. പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടി കാത്തുനിന്നതാണ്. കഴിഞ്ഞ മാസം നടന്നിരുന്നെങ്കിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമാകില്ലായിരുന്നു. അതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വരാതിരിക്കേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിപാടിയിലേക്ക് വി.ഡി. സതീശനെ സ്വാഗതം ചെയ്യുന്നു. മനസ്സുമാറ്റി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കണം. സംസ്ഥാന സർക്കാർ അംഗീകരിച്ച പട്ടികയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച പട്ടികയിൽ പേരുള്ളതുകൊണ്ടാണ് സർക്കാർ അംഗീകരിച്ചത്. തങ്ങൾ LDF കൺവീനറുടെയോ പാർട്ടി സെക്രട്ടറിയുടെയോ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണമെന്നത് ചിലരുടെ ആഗ്രഹമാണ്. അതിനോട് പ്രതികരിക്കാനില്ല. സംസ്ഥാനത്തിന്റെ പങ്കൊഴിവാക്കി വിഴിഞ്ഞത്തിന്റെ പരസ്യം നൽകിയ കേന്ദ്ര നടപടി ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാർ 10ാം വാർഷികത്തിലേക്കാണ് കടക്കുന്നതെന്നും സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് വലിയ ജനപിന്തുണയാണ് കിട്ടുന്നതെന്നും മുഖ്യമന്ത്രി. ഒരു കൂട്ടർ പരിപാടി ബഹിഷ്കരിക്കുമ്പോഴാണ് ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന നിലയുള്ളത്. വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് സർക്കാരിനൊപ്പം ജനങ്ങൾ നിലകൊള്ളാനുള്ള കാരണം. കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധികൾക്കിടയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ വെല്ലുവിളി തന്നെയാണെന്നും അത് ഏറ്റെടുത്താണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പിണറായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.